ഇന്ന് ഒരു സൺഡേ മോർണിംഗ് ആണ്. ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. 17 നേരത്തെ എണീറ്റു. യൂഷ്വലി സാറ്റർഡേ സൺഡേസ് ആണല്ലോ ഉറങ്ങാൻ കിട്ടാറ് എന്ന് വിചാരിച്ച് കുറച്ച് അധികം നേരം കിടന്ന് ഉറങ്ങണതാണ്. പക്ഷേ ഇന്ന് ഐ തോട്ട് കുറച്ചൊരു സ്ലോ മോർണിംഗ് വേണം. ഒത്തിരി നാളെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കണത്, പക്ഷേ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ എന്തോ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അമ്മൂസ് ഇല്ലാത്തൊരു ദിവസമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ നേരത്തെ എണീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ പോവാം. എന്തോ കുറച്ച് ദിവസമായി ഞാൻ അങ്ങനെ വിചാരിക്കണത്, ഒന്ന് നടക്കാൻ പോകണം എന്ന്. അപ്പം അങ്ങനെ നടക്കാൻ പോകാൻ വേണ്ടി ഞാൻ നല്ല കുട്ടിയായിട്ട് എണീറ്റ് റെഡിയായി ഷൂസ് ഇടാൻ വേണ്ടി അങ്ങ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല മഴ പുറത്ത്. അതങ്ങനെയാണല്ലോ, നമ്മൾ കുറച്ചൊരു റുട്ടീനൊക്കെ ഫോളോ ചെയ്യാം എന്ന് വിചാരിച്ച് കഴിയുമ്പം അപ്പം വരും എന്തെങ്കിലും ഇതുപോലത്തെ തടസ്സങ്ങൾ. ആദ്യത്തെ തടസ്സം ഇന്ന് രാവിലെ എണീക്കാനായിരുന്നു കേട്ടോ. ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് ഞാൻ ആലോചിക്കാം, ഓക്കെ ഇന്നലെ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ആക്കിയിരുന്നു അല്ലേ, എണീക്കണോ, കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിയാലോ. അങ്ങനെ ആദ്യം എൻ്റെ മനസ്സ് എന്നെ തളർത്താൻ നോക്കി, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, നടക്കില്ല മോനെ, ഞാൻ ഇന്ന് നടക്കാൻ പോകുന്നു തീരുമാനിച്ചതാണ്, ഞാൻ നടക്കാൻ പോയിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം എണീറ്റു റെഡിയായി ഷൂസ് ഇടാൻ പോകുന്നത് വരെ മഴയ്ക്ക് പെയ്യണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഞാൻ ഷൂസ് ഇടാൻ സമയത്തായപ്പം നല്ല പൊരിഞ്ഞ മഴ. കുടയൊക്കെ എടുത്തുകൊണ്ട് പോകാനേ പറ്റുള്ളൂ, പക്ഷെ ഭയങ്കര പാടാണ് അങ്ങനെ. അപ്പോൾ അവൻ എൻ്റെ തോട്ട് പ്രോസസ്സ് ആയിരിക്കാം, അവൻ പണി തന്നതാ. കാരണം അയ്യടി മോളെ, ഞാൻ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് നീ ഉറങ്ങാണ്ട് എണീറ്റ് വലിയ കാര്യത്തിൽ നടക്കാൻ പോയതല്ലേ, എന്നാൽ നീ അങ്ങനെ ഈ മഴയത്തെ ഇങ്ങനെ നടക്കാൻ പോണേ നോക്കാം എന്ന് വിചാരിച്ച് പണി തന്നായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ നടക്കാൻ പോകാമെന്ന് ഉദ്ദേശിച്ചത് കുറച്ചൊന്ന് പീസ്ഫുള്ളായിട്ട് പ്രകൃതിയൊക്കെ കണ്ടിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ഒരു ചെറിയൊരു എക്സസൈസ് ആയിക്കോട്ടെ, ഒരു മൈൻഡ് ആൻഡ് ബോഡി റിഫ്രഷ്മെൻ്റ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പം മഴ കാരണം എന്നെ നടക്കാൻ സമ്മതിച്ചില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് എൻ്റെ അടുത്ത പരിപാടി എന്നും ഇന്നത്തെ ഈ ഒരു ദിവസം എങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ആവശ്യമില്ലാത്ത തോട്ട് പ്രോസസ്സുകൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻഗേജിങ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ തോട്ട്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നാണ് എൻ്റെ മുൻകാല പരിചയങ്ങൾ എന്നെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മൂസ് വൈകുന്നേരം വരുള്ളൂ, അതുവരെ ഞാനും വീടും മാത്രം. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെ ചെയ്യുന്നു, ഹൗ എം ഐ ടേക്കിംഗ് ദിസ് ഡേ ലോങ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെയും കൂടെ എൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ബേസിക്കലി ഇന്ന് ഇതാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോണേന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ എൻ്റെ കണ്ണ് ശ്രദ്ധിച്ചോ? രാവിലെ എണീറ്റപ്പം മുതൽ എന്താണെന്നറിയില്ല, ഇതുപോലെ ചുമന്നിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് അറിയില്ല. ചുമന്നിരിക്കുകയാണെന്ന് തിരിച്ചറിയാണ്ട് ഞാൻ 2-3 തവണ എൻ്റെ കണ്ണ് പിടിച്ച് ഇങ്ങനെ തിരുമയും കൂടെ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ ചുമപ്പ് കൂടി. വേറെ ബുദ്ധിമുട്ട് ഇറിറ്റേഷനൊന്നുമില്ല, പക്ഷെ എന്താണെന്നറിയില്ല, രാവിലെ മുതലൊരു ചുമപ്പ്. ഓക്കെ, അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഒരു അത്ഭുതം കാണിച്ചു തരട്ടെ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വന്നപ്പോൾ കണ്ട ഒരു സംഗതിയാണ്. എന്താണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിത് കാണുന്നുണ്ടോ? പൊരിഞ്ഞ മഴയായിരുന്നു. ഇപ്പം നോക്കി, ഒരു തുള്ളി പോലും മഴയില്ല, വെട്ടവും വന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ ആക്ച്വലി ഹോം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി TV ഒക്കെ ഓണാക്കി യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഡാൻസ് വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഓണാക്കി കഴിഞ്ഞ് വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് നോക്കാൻ വന്നതാ, മഴ നിന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബാക്ക് ടു നമ്മുടെ ഫസ്റ്റ് ഐഡിയ തന്നെ, നമുക്ക് നടക്കാൻ പോകാട്ടോ. കഥയും പറഞ്ഞ് നിൽക്കാൻ നമുക്ക് സമയമില്ല, പെട്ടെന്ന് ഷൂസ് ഇട്ടിട്ട് ഇറങ്ങാട്ടോ. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഈ പറയണത് കേൾക്കണ്ടാവും, അടുത്ത മഴയായിട്ട് പുറപ്പെടുക്കും. അപ്പോൾ നമുക്ക് വേഗം നടക്കാൻ പോകാട്ടോ. എൻ്റെ ഹെഡ്ഫോൺസ് എടുത്ത് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വേഗം പോകാം. ഇനി അടുത്ത മഴ വരുന്നതിന് മുമ്പേ നമ്മുടെ പ്ലാൻ പ്രകാരം നമുക്കൊന്ന് നടക്കാൻ പോയിട്ട് വരാം. ഇങ്ങനെ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോഴേ ഞാൻ പറയണമെന്ന് എനിക്ക് കേൾക്കണ്ടോയെന്നറിയില്ല, ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് സൺഡേ എല്ലാവരും പുതച്ചു മൂടി കിടന്നുറങ്ങണമായിരിക്കും. അപ്പോൾ റോഡൊക്കെ കാലിയായിരിക്കും. നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ. ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ നടക്കണേ. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു കാര്യം കാണിച്ചു തരാവേ. നിങ്ങളവിടെ ദൂരത്ത് കണ്ടോ,
ആര്യാസ്. നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പല പ്രലോഭനങ്ങളും ഉണ്ടാവും. എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്തോറേ നല്ല നെയ്യിട്ട ദോശയുടെ മണം വരും. ഭയങ്കര ടെംപ്റ്റിംഗ്. പക്ഷെ നമ്മൾ മനസ്സിനോട് പറയണം കൺട്രോൾ, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് കിടക്കണം. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ തിരിക്കണേ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു സ്ഥലം കൂടെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ നിങ്ങൾ, ഹരിത സരോവരം. ഇതാണ് സംഗതി. ഇത് ആക്ച്വലി ഒരു കുട്ടി പാർക്കാണ് കേട്ടോ, നടക്കാൻ പറ്റിയത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത് ലോക്ക് ചെയ്തിട്ടേക്കുവാന്ന് തോന്നുന്നു. ലോക്കുണ്ടെന്ന് തോന്നുന്നു. ഗേറ്റ് തുറന്നിട്ടില്ല. ഞാൻ അടുത്തേക്ക് പോയില്ല. ഞാൻ ഇതുവരെ അവിടെ നടക്കാൻ പോയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്, ആര്യാസ് എത്തണതിന് മുന്നേ തന്നെ. ആക്ച്വലി അത് തുറക്കേണ്ടതല്ലേ, നടക്കാൻ വേണ്ടിയല്ലേ. അറിയില്ല കേട്ടോ, ഇനി സൺഡേ ക്ലോസ്ഡ് ആണോ അതോ ഇനി ഗേറ്റ് ഓപ്പൺ ആക്കാത്തതാണോ തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനവിടെ ഒരു ലോക്ക് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു തുറന്നിട്ടില്ലായിരിക്കുന്നു. ഞാൻ പോയില്ല അങ്ങോട്ട്. എനിക്കങ്ങനെ വട്ടത്തിൽ നടക്കാൻ ഇഷ്ടമല്ല, നേരെ നടക്കാനിഷ്ടം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടുത്തൊരു സ്ഥലമാണ് പോയി. നല്ല രസമാണ് ഇവിടെ. വൈകുന്നേരമൊക്കെ വരുമ്പോൾ നല്ല പിന്നെ സൺസെറ്റായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും നല്ല വെട്ടമാണ് വൈകുന്നേര സമയങ്ങളിൽ. ഇന്നിപ്പോൾ മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രാവിലത്തെ വെട്ടം കാണാൻ നല്ല രസമാണ്. വെയിലുള്ള ദിവസം അമ്മൂനെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഒരു അടിപൊളി നടത്തം, ഒരു 45 മിനിറ്റ്സ് നടന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ മഴ കണ്ടപ്പം ആക്ച്വലി നമുക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സെറ്റായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് നാളായി വിചാരിക്കണം ഇങ്ങനെ എനിക്കൊന്നും പോകണമെന്ന്. പക്ഷെ നടക്കാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റാറില്ല. ഇന്നിപ്പോൾ അമ്മു ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേസ് രാവിലെ എണീറ്റാൽ തന്നെ അമ്മൂനെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനുണ്ടാവും. അപ്പോൾ അമ്മും കൂടി ഉള്ളപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ മടി പിടിച്ച് കുറച്ചും കൂടി അവളെയും കെട്ടിപ്പിടിച്ച് കിടക്കും. ഇന്നിപ്പോൾ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ പോകാനില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ചെയ്യാനെന്ന് പറഞ്ഞാൽ എൻ്റെ റുട്ടീനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സഖിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് വന്നൊരു തോട്ടാണ് ഇന്ന് രാവിലെ നടക്കാൻ പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നടക്കാൻ മാത്രമല്ല, രാവിലെ എണീറ്റ് വണ്ടിയെടുത്ത് ചുമ്മാ വെറുതെ കറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടമാണ്. അത് കാരണം ഇടയ്ക്ക് അമ്മൂസ് ഉള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിലപ്പോൾ ഫോട്ടോ വെച്ചിക്കൊക്കെ ഇങ്ങനെ ചുമ്മാ വണ്ടി എടുത്ത് പോകാറുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അങ്ങനെ പ്രാന്തൻകുരിയച്ഛൻ്റെ പള്ളിയിൽ പോയി. വെറുതെ ഒരു ഭയങ്കര സുഖമാണ് രാവിലെ. ഇപ്പം മഴക്കാലം തുടങ്ങിയതിന് ശേഷമായിരുന്നു ഞങ്ങൾ പിന്നെ അങ്ങനെ പോകാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, അമ്മൂസും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ കാര്യം കേട്ടോ രാവിലെ പോണത്. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ നടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ്സ് തരാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ, നടന്നു വന്നപ്പോൾ നല്ലൊരു വൈബ്രേഷൻ, ഇങ്ങനെ ഭയങ്കര ഒരു നല്ല പോസിറ്റീവ് എനർജിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഡെയിലി രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ പ്ലാനർ എഴുതുക, എൻ്റെ വിഷസും ഡ്രീംസും എഴുതി വെക്കുക, പിന്നെ എക്സ്പെൻസ് ട്രാക്കർ ഉണ്ട് അത് എഴുതുക. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുടങ്ങാണ്ട് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പം നടന്നു വന്ന ഉടനെ എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നിയില്ല. അതിന് പകരം എനിക്ക് ഇങ്ങനെ ഭയങ്കര കുറച്ച് നേരം കൂടെ കാമൻ ലൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി തോന്നി. അപ്പോൾ അതാണ് ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ടേബിളിലെ ബുദ്ധനില്ലേ, അതിലിങ്ങനെ ഫ്യൂംസ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരണതാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പം അതൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ ഡെയിലി ചെയ്യണ എൻ്റെ ഡ്രീംസും എൻ്റെ പ്ലാനറും ഇതൊക്കെ ഞാൻ എഴുതി വെച്ചു കേട്ടോ. അത് എഴുതി, അത് കഴിഞ്ഞപ്പം ഒരു കുട്ടി മെഡിറ്റേഷൻ, അതും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് അതും ചെയ്തു. ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളോട് അപ്ഡേറ്റ്സ് പറയാം എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ വന്ന ഉടനെ വീഡിയോ എടുക്കാൻ. ഞാൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ട്. പെട്ടെന്ന് എന്നാൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഓൾസോ വിശപ്പ് മാറുന്ന രീതിയിൽ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സാധനമാണ് നമ്മുടെ സ്മൂത്തി. എനിക്കാണെങ്കിൽ സ്മൂത്തീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ, പെട്ടെന്ന് നമ്മുടെ ഒരു ഈസി പീസി
സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. സാധാരണ ഞാൻ നടക്കാൻ പോണ ദിവസം, നടക്കാൻ പോകാറില്ല അങ്ങനെ ഇങ്ങനെ, പക്ഷെ എനിക്കിങ്ങനെ വേർത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇന്നിപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കുളിക്കാൻ പോകാഞ്ഞെന്ന് വെച്ചാൽ സൺഡേ അല്ലേ, എനിക്കിന്ന് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുളിക്കണമെന്നാണ്. അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചു തൽക്കാലം സ്മൂത്തി കുടിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അതിന് ശേഷം എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ബാക്കി കാര്യത്തിലേക്ക് പോകാമെന്ന്. അപ്പം നമുക്ക് ഷേക്ക് അടിച്ചാലോ? ഇപ്പം ഈ ബ്ലെൻഡർ പോലത്തെ സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണല്ലേ. പണ്ട് ഒരു ഷേക്ക് അടിക്കണമെങ്കിലോ ജ്യൂസ് അടിക്കണമെങ്കിലോ ഒക്കെ ഈ മിക്സി മുഴുവനായിട്ട് എടുക്കണം. ഇപ്പം പിന്നെ എളുപ്പമുണ്ട്. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഇതിന് തന്നെ ഒരു മൂടിയുണ്ട്, ആ മൂടി ഇടുക, കുടിക്കുക. എന്ത് സുഖം. ഓക്കെ, അപ്പം ഞാൻ ഇത് അടിക്കട്ടെ. ഭയങ്കര സൗണ്ട്, അത് കാരണം ഞാൻ വീഡിയോ കട്ട് ചെയ്യണേ കേട്ടോ. ഞാൻ അടിച്ചിട്ട് വരാം. വലിയ കാര്യത്തിൽ അടിക്കാനെടുത്തതാ, ചീറ്റിപ്പോയി എന്ന് വെച്ചാലേ എന്തൊരു കഷ്ടം. ഇവിടെ കറണ്ട് പോയേക്കാം. ഇൻവേർട്ടർ ഉണ്ട്, പക്ഷെ മിക്സി, ഓവൻ ഇതുപോലത്തെ സംഗതികളൊന്നും വർക്കാവില്ല. അങ്ങനെ എൻ്റെ സ്മൂത്തി പ്ലാൻ ഫ്ലോപ്പായി പോയി. ഇനി കറണ്ട് വരണവരെ വെയിറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യാവും. കുഴപ്പമില്ല, ഒരു 10-15 മിനിറ്റും കൂടെ നോക്കാം. കുറേ നേരമായി പോയിട്ട്, രാവിലെ പോയതാ. 10-15 മിനിറ്റും കൂടെ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്വിഗ്ഗിയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ വിശപ്പ് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വന്ന് ടി വി ഓണാക്കിയിട്ടോ. കുറച്ച് നേരം എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് വിശപ്പ് എന്നുള്ള ഒരു സാധനം ഓർമ്മ വരില്ലല്ലോ. എന്തൊരു കഷ്ടമല്ലേ. പോട്ടെ, സാരമില്ല, ഒരു രക്ഷയില്ല കേട്ടോ. 15 മിനിറ്റും 20 മിനിറ്റ് കഴിഞ്ഞു. ഇത്രയും നേരമായിട്ടും കറണ്ട് വന്നിട്ടില്ല. അങ്ങനെ ഫൈനലി ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ആൻഡ് വെയിറ്റിംഗ് ഫോർ മൈ ഫുഡ്. നമ്മുടെ സ്വിഗ്ഗി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മളിന്ന് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നാണല്ലോ വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അത് കാരണം ഞാൻ കുറച്ചൊരു ഭയങ്കര എണ്ണയും ഓയിലൊന്നും ഇല്ലാത്ത ഫുഡാണ് വാങ്ങിച്ചിരിക്കണേ. എന്താണെന്നറിയാമോ? ഞാൻ മേടിച്ചത് അപ്പവും സ്റ്റ്യൂവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് കേട്ടോ. അപ്പവും സ്റ്റ്യൂവും. ഒരു ഫിൽറ്റർ കോഫി മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ള പാലെടുത്തിട്ട് ഷേക്കിലേക്ക് ഒഴിച്ചല്ലോ. അപ്പം ഇനി കാപ്പി ഉണ്ടാക്കാനുള്ള പാലുണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു ഫിൽറ്റർ കോഫി മേടിച്ചു. ടി വി ഒക്കെ കണ്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ വിശപ്പിനൊരു സമാധാനം ആയി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി കുളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് മുടിയിൽ എണ്ണയൊക്കെ ഇട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കാരണം ഞാൻ നേരെ എണ്ണ ഇടാൻ വന്നേക്കാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ് കേട്ടോ. അതാണ് ഞാനും അമ്മൂസും ഒക്കെ ഉപയോഗിക്കുന്നത്. കരണ്ട് വന്ന് ഇത്രയും നേരം ഞാൻ സ്മൂത്തി അടിക്കാൻ നോക്കിയിരുന്നെങ്കിൽ വിശന്ന് ഒരു പരിവായനെ. ഇപ്പൊ എത്ര മണിയായെന്നറിയോ? ഏകദേശം 12:30 ഇപ്പോഴാണ് കറണ്ട് വന്നത്. ഇപ്പൊ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. ഇനി ക്ലേക്കോന്റെ മാച്ച എൻസൈം സ്ക്രബ്, ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. മെയിൻലി ഈ മൂക്കിന്റെ ഏരിയയിലും ഫോർഹെഡിലും ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സ്ക്രബ്. നമ്മൾ ഒത്തിരി നേരം സ്ക്രബ് ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ, ഡേർട്ട് ഇങ്ങനെ പുറത്ത് വരും കേട്ടോ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും ഡേർട്ട് ഉണ്ടായിരുന്നു എന്ന്. മുഖം കഴുകിയിട്ട് വരാം. ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഭയങ്കര സോഫ്റ്റ്നെസ് വന്ന പോലെ തോന്നും കേട്ടോ. പെട്ടെന്ന് ഇവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയ പോലെ തോന്നും. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ കുറച്ച് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനുണ്ട്. ഇനി ആ പരിപാടി ചെയ്യാം. ടൂൾസ്, നല്ലൊരു മോയ്സ്ചറൈസർ എടുക്കുക. ഇത്രയും മുടി ഉണ്ടായിരുന്നു മുഖത്ത്, ഇപ്പം എല്ലാം ക്ലീനായി. ഇനി നമുക്കൊരു ഫേസ് പാക്കും കൂടി ഇട്ട് പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, അതിന് മുന്നേ
ഒരു സാധനം ഇടാനുണ്ട്. സാൻഫയുടെ ഞാൻ ഒന്നും കൂടെ മാച്ച് ആൻഡ് സൈൻ ചെയ്തെങ്കിലും ഞാൻ ഒന്നും കൂടെ ഇത് ഡീപ്പ് ക്ലെൻസിങ് ചെയ്യാറുണ്ട് കേട്ടോ, മാസത്തിൽ ഒരു തവണ. ഇതുപോലെ മുഖം ഒന്ന് നനച്ചു കൊടുത്തിട്ട് നനവോട് കൂടി വേണം കേട്ടോ ഇത് ഒട്ടിക്കാൻ. നല്ലോണം ഒട്ടി. ഇതൊരു 10-15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഊരിക്കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാം. അപ്പോൾ ആ സമയം ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് കുറച്ച് തുണിയുടെ സെക്ഷൻ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പം ആ പരിപാടിയിലേക്ക് പോവാം. ഓക്കെ. തുണിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ അടുക്കിപ്പെറുക്കി വെക്കലല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത തുണികളുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, ഇല്ലെങ്കിൽ കളയാറുണ്ട്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാറില്ല കേട്ടോ. അപ്പോൾ ആ പണിയാണ് ഈ ചെയ്യണേ. അങ്ങനെ എനിക്കൊരു കോള് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ വർത്താനം പറഞ്ഞ് ഞാൻ മൂക്കിലൊട്ടിച്ചതൊക്കെ പറിച്ച് കളഞ്ഞു, ക്ലീനായി. ഇനി ഞാൻ ഒരു ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട്. ഫേസ് പാക്ക് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, തൈരും മുൾത്താനി മിറ്റിയും ഇത് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തിൽ തേക്കാം കേട്ടോ. ബ്രഷ് നോക്കിയിട്ട് കാണാനില്ല, ഞാൻ വെച്ചു ഓക്കെ ഇന്നിപ്പോൾ കൈ വെച്ച് തന്നെ തേക്കാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ എത്ര കറക്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാലും നടക്കില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൂടുതലായി പോകും. കയ്യിലങ്ങ് തേച്ചേക്കാം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ കൊച്ചിൻ ഹനീഫ നടക്കണം വഴി ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ എൻ്റെ ഉടുപ്പിലൊക്കെ ആവും. ഞാനിനി ഇതൊക്കെ ഉണങ്ങി ഓടിപ്പോയി കുളിച്ച് റെഡിയായിട്ട് വരാട്ടോ. അങ്ങനെ ഒരു അടിപൊളി കുളി കേട്ടോ. ഞാൻ പെട്ടെന്ന് കുളിച്ചിറങ്ങുന്ന ആളാണ്. ഇന്നിപ്പോൾ കുറച്ചധികം നേരം എടുത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബോഡി സ്ക്രബും കൂടി ഇടും കേട്ടോ. ഡവിൻ്റെ ഒരു ബോഡി സ്ക്രബ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു മേടിച്ചത്. ഭയങ്കര അടിപൊളി സംഗതിയാണ് കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആവും ബോഡി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് കുളിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പം അങ്ങനെ മുടിയിൽ ഷാമ്പൂ ഒക്കെ ഇട്ടു, മുഖത്ത് നമ്മൾ ഫേസ് പാക്ക് ഇട്ടിരുന്നൊക്കെ കഴുകി കളഞ്ഞു. അങ്ങനെ ഒരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നേക്കാണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ എവിടെയെങ്കിലും വിട്ടാൽ ഞാൻ കിടന്ന് ഉറങ്ങും. പക്ഷെ ഉറങ്ങില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ റുട്ടീൻ മുഴുവൻ തെറ്റും. നാളെ അങ്ങനെ സ്കൂളിൽ വിടാനുള്ള ദിവസം കൂടിയല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പം കിടന്ന് ഉറങ്ങില്ല. അപ്പം എനിക്ക് അത്യാവശ്യം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഏകദേശം മണി 3:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ രാവിലെ അടിക്കാൻ വേണ്ടി വെച്ച സ്മൂത്തി ഇല്ലേ, ആ സ്മൂത്തി ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. അപ്പം അതെടുത്ത് അടിക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ തൽക്കാലം സ്മൂത്തി കഴിക്കാം. മുഖത്ത് നമ്മൾ ഷേവൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ ഒത്തിരി ആക്റ്റീവ്സ് അന്നത്തെ ദിവസം യൂസ് ചെയ്ത്, ആക്റ്റീവ്സ് എന്ന് പറയുന്നത് സെറം ഉണ്ടല്ലോ, ഈ വൈറ്റമിൻ സി അല്ലെങ്കിൽ നയസിനമൈഡ്, സാലിസിലിക് ആസിഡ്, അങ്ങനത്തേതൊന്നും അന്നത്തെ ദിവസം ഉപയോഗിക്കരുതെന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടേക്കണേ. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയില്ല. അപ്പോൾ തൽക്കാലം ഞാൻ വിചാരിച്ചു നമുക്കൊരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും മാത്രം ഇടാം. ഞാൻ എൻ്റെ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് ഇട്ടേക്കുന്നത്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. അടിപൊളി സൺസ്ക്രീനാണ്. ഒരു തരി പോലും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വീട്ടിലാണെങ്കിലും അത്യാവശ്യം ഒരുങ്ങാന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ കമ്മലൊക്കെ ഇട്ട് കുറച്ചൊരു സുന്ദരിയായിട്ടിരിക്കാനാണ് ഇഷ്ടം. കണ്ണെഴുതിൻ്റെ ആണ്, അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടണം എന്ന് തോന്നിയില്ല, ഒരു ലിപ് ടിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാഴ്സിൻ്റെ ലിപ്പ് ഓയിലും കണ്ടോ, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. കഴിഞ്ഞു. നമുക്കെന്നാ പോയിട്ടേ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഇത് കുടിക്കാം. അങ്ങനെ എൻ്റെ സ്മൂത്തി എടുത്തുകൊണ്ട് ഞാൻ
ബീൻ ബാഗിൻ്റെ അങ്ങോട്ട് ചാരി ഇരുന്ന് ടി വി കാണായിരുന്നു കേട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷനാണിത്. ഫുഡ് കഴിക്കാനാണെങ്കിലും ഇതുപോലെ ടി വി കാണാനാണെങ്കിലും എനിക്ക് ആ ബീൻ ബാഗിൽ ഇരിക്കാൻ ഇഷ്ടമല്ല, താഴെ ഇരുന്നിട്ട് അതിലേക്ക് ചാരി ഇരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ. ഒത്തിരി നേരം ഇരുന്ന് കാണാനുള്ള സമയമില്ല, കാരണം സാറ്റർഡേ സൺഡേ ആണ് എനിക്ക് ആകെ സഖിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടുക. ഇടദിവസമൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യലോ ഒന്നും നടക്കില്ല, എഡിറ്റിങ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ സഖിക്ക് വേണ്ട എടുക്കാൻ പ്രോഡക്റ്റ്സ് എല്ലാം എടുത്ത് ഷൂട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ അതേ നമ്മൾ വിളക്കൊക്കെ വെച്ചപ്പോഴേക്കും എൻ്റെ അമ്മൂസ് എത്തി. അമ്മുക്കുട്ടി തിരുമ്പി വന്നാച്ച്. ആ നീ പോയേക്കണായിരുന്നില്ലേ 2 ദിവസം? തിരുമ്പി വന്നാച്ച്. ഓ തമിഴ് അറിയാൻ പാടില്ല. മമ്മി റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്ലേ ഇംഗ്ലീഷിലെ? മമ്മി റിട്ടേൺസിന്റെ ഇംഗ്ലീഷിന്റെ തമിഴ് എന്താണെന്ന് അറിയാമോ? അയ്യോ എന്താണ് മമ്മിക്ക് എന്താണ് പറയണേ? അമ്മ തിരുമ്പി വന്നാച്ച്. അങ്ങനെ കണ്ട പറയണേ. അങ്ങനെ എന്താ അമ്മയാണെന്ന് തോന്നണം, എനിക്ക് അറിയില്ല, മറന്നുപോയി. യെസ്, ഈജിപ്ഷ്യൻ മമ്മീനെ. എന്റെ അമ്മൂസ് ഇല്ലാണ്ട് എനിക്ക് ബോറടിച്ചു. ഞാനിവിടെ ബോറടിച്ചിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പോകുമ്പോ എന്താന്ന് പറഞ്ഞു 2 ദിവസം എനിക്ക് സമാധാനം പോയിട്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പറയും. പക്ഷെ എന്റെ അമ്മുക്കുട്ടി പോയാൽ എനിക്ക് സങ്കടം വരും. ഇവിടെ തല്ലുപിടിക്കാൻ ആരുമില്ല എനിക്ക്. എന്റെ അമ്മുക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് തല്ലുപിടിക്കാൻ പറ്റിയില്ല. അമ്മേ പോ, ഡ്രസ്സൊക്കെ മാറി വെച്ചിട്ട് മാറി. എന്താ മേടിച്ചേ? എനിക്ക് സ്കൂളിൽ എത്ര മേടിച്ചു കൊടുത്താലും പിന്നെ ഫൈൽ മേടിച്ചോണ്ട് വരും. അത് പിന്നെ ഇടാം. അടുത്തത് കാണിക്കേ. ഇത് പിടിച്ചേ, ഞാനൊന്ന് വെച്ചോക്കട്ടെ. കൈ അങ്ങനെയല്ലേ? ഇതിനെന്താ വലിപ്പില്ല. ഇച്ചിരി നീക്കി പിടിക്കണോ? എന്നെ കാണട്ടെ ഞാൻ. ഇത് കൊള്ളാലോടാ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് നോക്കി, 2 സൈഡിലും കാറ്റില്ല. ഇത് ചെവിയിൽ കാറ്റ് കയറാണ്ടിരിക്കാനല്ലേ? അതും ഇത് ഹെഡ്ഫോൺസ് ആണോ? അല്ലല്ലോ, ഹെഡ്ഫോൺ അല്ല. ചോദിച്ചതാ. ഇത് നോക്കട്ടെ. അയ്യോ ഇതൊരു ഹോളായിട്ട് കാണിക്കായിരുന്നു അമ്മൂസേ. നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. ഇത് നമുക്ക് ഒരു ഹോളായിട്ട് ഇത് ഹോളായിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ അകത്തുള്ള ഇനിയുള്ളതാണ് നല്ല അടിപൊളി സാധനങ്ങൾ. അതെന്താണെന്ന് അറിയാൻ സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഉച്ചയ്ക്ക് ഒരു സ്മൂത്തി മാത്രം കുടിച്ചിട്ടാണ് ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് വിശന്നിട്ട് വയ്യ. കുട്ടി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കെന്നാൽ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ഈ പെണ്ണാണ് എന്നെ നശിപ്പിക്കുന്നത്. ഞാൻ നല്ല നല്ല കുട്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഈ പെണ്ണ് എന്നെ പ്രലോഭിപ്പിച്ച്. അപ്പം പിന്നെ ഞങ്ങൾ ആദ്യം ഒരു ഡിസ്കഷൻ ഉണ്ടാക്കട്ടെ കേട്ടോ, എന്താ കഴിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ ഒരുപാട് നേരത്തെ ഡിസ്കഷനും നെഗോസിയേഷനും ഒക്കെ ഒടുവിൽ അമ്മൂസിൻ്റെ പുറത്തുനിന്ന് മേടിക്കാം എന്നുള്ള തീരുമാനം നമ്മൾ പിൻവലിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ചോറും കറി ഉണ്ടാക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇത് തട്ടിക്കൂട്ടാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് 2 ആൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ ചോറും മോര് കാച്ചിയതും പിന്നെ അമ്മൂസിൻ്റെ ഫേവറേറ്റ് പ്രോൺസ് റോസ്റ്റും. ഇതാണ് ഇന്നത്തെ സിമ്പിൾ മെനു. എനിക്ക് അതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ കുക്കറിൽ ചോറൊക്കെ വെച്ചു, കറിയൊക്കെ ആക്കി. ഇനി ഞങ്ങൾ 2 ആളും കൂടെ കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി ദിവസം. അമ്മൂസില്ലെങ്കിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ദിവസങ്ങൾ ഉണ്ടാവാറ്, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യാറില്ല, അവളുടെ കൂടെ തന്നെ ഇരിക്കും. പിന്നെ കുറേ നേരം ഞങ്ങൾ TV കാണും, കഥ പറയും, വർത്താനം പറയും. അപ്പോൾ ഇന്ന് അവൾ പറഞ്ഞു അവൾക്ക് ഞാൻ തന്നെ വാരി കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡും കഴിച്ച് ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഡേ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. ആൻഡ് ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരേക്കും ബൈ.